തൂക്കാത്രവും പിടിച്ചോണ്ട് ഈ പ്രായത്തിൽ പാല് വാങ്ങാൻ പോണതേ വൃത്തിയേട് തന്നെ. ഈ പാല് വെച്ച് ചായ ഇട്ട് മടമടാന്ന് കുടിക്കുമ്പോ മക്കൾക്ക് ഈ വൃത്തിയുടെ തോന്നലല്ല. ഓഹോ, എങ്കിൽ തൂക്കാത്രം നീ പിടി. അയ്യോ, ഞാൻ ഇന്നോട്ട് ചായ കൂടി നിർത്തി. എടാ, നീ പറഞ്ഞതുപോലെ ഇത് വൃത്തിയേട് തന്നെ. എട്ടും പൊട്ടും തിരിയാത്ത പ്രായമുള്ള നമ്മൾ 10-12 മണിക്കൂറും കിടന്നുറങ്ങേണ്ട സമയമാണിത്. തന്നെ അതിനൊന്നും സമ്മതിക്കാതെ പാതിരാവിലെ നമ്മളെ പാല് വാങ്ങിക്കാൻ പറഞ്ഞു വിടുന്നത് ബാലവേലയാണ്. കേസ് കൊടുക്കണം പിള്ളേച്ച. പാലനാ നീയാ കണ്ടാലും പറയും. എന്ത് സംശയം തരി? എടാ, ബാലൻ സിനിമ ഇറങ്ങിയപ്പോഴും കണ്ട ജനിച്ചവനല്ലേടാ നീ, എന്നിട്ട് ബാലൻ എന്ന്. ഈ പാല് വാങ്ങലൊക്കെ മുതിർന്നവർ ചെയ്യേണ്ട പണിയാണ്. അത് പറഞ്ഞപ്പോഴാണ്. അച്ഛൻ എവിടെ പോയടാ? രാവിലെ വീട്ടിലൊന്നും കണ്ടില്ലല്ല. അപ്പൊ അറിഞ്ഞില്ലേ? ഇല്ല. അച്ഛൻ രാവിലെ തന്നെ ഇന്ത്യൻ താത്ത കാണാൻ പോയിക്കണ്. അത് FDFS. നമ്മളെങ്ങാനും ഏതെങ്കിലും പടത്തിന്റെ ഫസ്റ്റ് ഷോയ്ക്ക് പോണം. അച്ഛൻ നമ്മളെ ലാസ്റ്റ് ഷോ ആക്കി വിട്ടേനെ. പാൽപൂരി എത്തിയടാ. അണ്ണൈ, പാല് താങ്കോ. പാലിന് കൊഴുപ്പില്ലല്ലോ അണ്ണാ. വെള്ളം ചേർത്തല്ലേ. ചെറുക്കന്മാരെ അനാവശ്യം പറഞ്ഞല്ലാണ്. വെള്ളം ചേർത്താന്നല്ലേ ചോദിച്ചോളൂ. അതിനിത്ര ദേഷ്യപ്പെടണം എന്തിനി? പിന്നല്ലാണ്ട് നിന്റെയൊക്കെ പറച്ചിൽ കേട്ടാത്തൊന്നും ഞാൻ വെളുപ്പാൻ കാലത്ത് എന്റെ വീട്ടിൽ നീല കപ്പോ നീല ബക്കറ്റ് എടുത്തോണ്ട് നേരെ രാധാക്കന്റെ വീടിന്റെ അടുത്തുള്ള തോട്ടിൽ നിന്ന് 10 ലിറ്റർ വെള്ളം പിടിച്ച് ആ 10 ലിറ്റർ വെള്ളത്തിൽ നിന്ന് എന്റെ ജാനകി പശു തരണ 1/2 ലിറ്റർ പാലും ചേർന്ന് നാട്ടുകാർക്ക് കൊടുക്കാൻ നടക്കാണല്ലേ. ഞാൻ കാണിച്ചതിന് വല്ല തെളിവുണ്ടെങ്കിൽ കാണിയിടാ. ഞാൻ ഈ പാൽപ്പടി നിർത്താം. നിങ്ങൾ പറഞ്ഞേ കൂടുതൽ ഇനി എന്തൊരു തെളിവ് വേണോ അണ്ണാ? ഇവിടെ ഇങ്ങനെ ഫുൾ ഉടായിപ്പോ എന്നടാ. വീട്ടുകാരെ ഓടി വരണേ. പാൽക്കാരൻ നടേശ് എന്താ പാലിൽ വെള്ളം ചേർത്ത് നാട്ടുകാരെ പറ്റിക്കണ? അയ്യോ, വലിപ്പിക്കണേ. ഓടി വരണേ. എന്റെ പാല് വാങ്ങിച്ചു കുടിച്ചിട്ട് ഞാൻ കള്ളനാണെന്നാ നിന്നേക്ക. എടാ, അച്ഛൻ ഇടത്തെ കൈ തളർത്തിയത്. രഘു, നിനക്ക് ബാക്കി അച്ഛൻ്റെ കിട്ടോടാ. അച്ഛൻ്റെ ഈ വേഷത്തില് ഞാൻ അച്ഛനല്ലേ, സേനാപതി രഘു സേനാപതി ഓർ ഇന്ത്യൻ താത്ത. ഓ മൈ ഗോഡ്, ഇന്ത്യൻ എഫക്ട്. നീ തീർന്നടാ. രഘു, നീ എന്നെ എറിഞ്ഞു വീഴ്ത്തുവല്ലേ? എടാ നടേശ, നിന്റെ പാലിൽ വെള്ളം ചേർക്കുന്ന പരിപാടി ഞാൻ കുറെ നാൾ കൊണ്ട് കാണേന. പക്ഷെ എന്റെ മക്കളെ തൊട്ടാ അത് ഞാൻ പോട്ടെന്ന് വെക്കും. ഇനി നീ പാലിൽ വെള്ളം ചേർത്തുള്ള അഴിമതി കാണിച്ച അതെന്തേ? സൗണ്ട് എഫക്ടർ എഡിറ്ററിന് പണി കുറഞ്ഞു കിട്ടും. ഇത് വെച്ച് നിന്റെ മർമ്മത്തിലൊരു കുത്തു തരും ഞാൻ. അവിടെ എന്താണ് പ്രശ്നം? ഭാർഗവ മാമ, ഈ നടേശനില്ലേ നാട്ടുകാരെ പാലിൽ വെള്ളം ചേർത്ത് പറ്റിക്കായിരുന്നു. പട്ടിക്കഴിവറി. എടാ മക്കളെ, സാധാരണ നമ്മൾ കടയിൽ നിന്ന് പാല് വാങ്ങിച്ചിട്ട് ചായ ഇടാൻ നേരത്ത് ഒരു ഗ്ലാസ് വെള്ളം അതിൽ ചേർക്കൂലേ? അതിപ്പോ അവ ഇവിടെ നിന്ന് ചേർത്തന്നെ ഉള്ളൂ. ഇതിനാണ് ഭാർഗവ, നിന്നെ പോലത്തെ ആൾക്കാരാണ് ഈ അഴിമതി കാണിക്കുന്നവരെ പന പോലെ വളർത്തുന്നത്. ഇനെ പോട്ട രഘു. ഇനി അവ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവന് ദൈവം കൊടുത്തോളും. അതൊക്കെ പോട്ട്, നീ എന്തി ഫാൻസി ഡ്രസ്സില്? ഇത് ഫാൻസി ഡ്രസ് ഒന്നുമില്ല, പിന്നെ ഇന്ത്യാവിൻ താത്ത. താത്തയല്ല, പൊത്ത. ഭാർഗവൻ പറഞ്ഞതുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടുന്നു. ഇനി അഴിമതി വല്ലതും കാണിച്ച ലഞ്ചോ ലഞ്ചോ ലഞ്ചോ. അച്ഛൻ പോയി. പാടാ. പോട്ടെ ഭാർഗവ മാമ. ബൈ. അപ്പൂപ്പൻ വരുന്നു, മൂഞ്ചിമുക്കിൽ വരുന്നു, 7 മണിക്ക് വരുന്നു, 7 കാലിന് പോകുന്നു.
അപ്പൂപ്പൻ വരുന്നു മൂഞ്ചിമുക്കിൽ ആരും കണ്ടില്ല. മിണ്ടാതിരിയുടെ പശു, നിന്റെ നാഗ് കുറച്ച് പാലല്ലേ ഞാൻ എടുക്കണുള്ളൂ, ബാക്കിയുള്ള തോട്ടിലെ വെള്ളമല്ലേ നിനക്ക് കിടന്ന് അമറണം. അവന്മാര് പറയുമ്പോ ഞാൻ എന്റെ പണി നിർത്തേയില്ലേ. പാലിന് കട്ടി കുറഞ്ഞു പോയാ കുഴപ്പമില്ല, ഫിലിപ്പോസിന്റെ പറമ്പിൽ കയറി റബ്ബർ പാൽ എടുക്കാം. പാലിൽ അഴിമതി കാണിച്ചൂടാ പോലും, പാലിൽ മാത്രമല്ല പശുവിൽ ഞാൻ അഴിമതി കാണിക്കും. അവനെ ഞൊട്ടും. ലഞ്ച ലഞ്ച ലഞ്ച. അപ്പൂപ്പൻ വരുന്നു മൂഞ്ചിമുക്കിൽ വരുന്നു, 7 മണിക്ക് വരുന്നു, 7 കാലിന് പോകുന്നു. അപ്പൂപ്പൻ വരുന്നു. അതെ, നിങ്ങൾ വല്ലതും അറിഞ്ഞ ആ പാൽക്കാരൻ നടേശ്വരി രാവിലെ അവൻ പാൽ ഇറന്നോണ്ടിരുന്നപ്പോ ആരാ അടിച്ചു വീഴ്ത്തിന്ന്? അവൻ അങ്ങനെ തന്നെ വേണം. അഴിമതി കാണിക്കുന്നവർക്ക് ഇതായിരിക്കണം ശിക്ഷ. നാട്ടുകാര് പറയണതേ നിങ്ങളാണ് അടിച്ചു വീഴ്ത്തിയെന്നാണ്. ഞാനാ? വാ, ഇന്നലെ നിങ്ങൾ അവന്റെ അടുത്തെ ഫാൻസി ഡ്രസ് ഇട്ടുകൊണ്ട് കോർത്തില്ലേ, അതെല്ലാരും കണ്ടത് തന്നെ. എടി ഞാൻ ഇന്നലെ ഇന്ത്യൻ സിനിമ കണ്ട അഡ്രിനൽ റഷിലെ എന്ന് വെച്ചാ കഴപ്പില്ലേ? അതിൽ അവന്റെ അടുത്ത് ഞാൻ ചോദിച്ചതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഒരു ഉറുമ്പിനെ പോലെ നോവിക്കാത്ത മനുഷ്യനാണ്. ഇനിയിപ്പോ പോലീസ് വരുമ്പോഴേ ഈ കഥയൊക്കെ അവരുടെ അങ്ങ് പറഞ്ഞാ മതി. പോലീസാ? സേനാപതി ഒളിവിൽ പോവേണ്ടി വരുമോടി? മിക്കവാറും. ചേച്ചി, സത്യമായിട്ട് ഞാനല്ല ചിട്ടി പൈസ മുക്കിയത്. എനിക്ക് തോന്നുന്ന ശാന്തയായിരിക്കും എന്നാണ്. അവക്ക് നേരത്തെ ആ പൈസയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. 500 4 നോട്ട് കൊടുത്തിട്ട് എത്ര ഉണ്ടെന്ന് പറയാൻ പറഞ്ഞ 54,000 പറയുന്ന ശാന്ത എടുത്തന്നല്ലേ? എങ്കിൽ കുസുമായിരിക്കും ചേച്ചി. അവക്കടിച്ച ചിട്ടി പൈസ അവളെന്തിണ്ടറി മോട്ടിക്കണ? എങ്കിൽ പിന്നെ ഒരാളെ സംശയിക്കേണ്ട കാര്യമേ ഉള്ളൂ. ആരാ? ചേച്ചി തന്നെ. നോക്കിയാണ് അവള് പറയണത്. എന്താ ഇവിടെ ഒരു അലപ്പറ? നിങ്ങളിത് കേൾക്കണം. ഇപ്രാവശ്യം ചിട്ടി അടിച്ചത് കുസുമത്തിനാണ്. ഞാൻ നോക്കിയപ്പോ 5,000 കുറവ്. എവളെയാണ് ഞാൻ നേരത്തെ എണ്ണാൻ കൊടുത്തത്. ആഹാ, ചന്ദ്രി പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കൊടുത്തോ, അല്ലെങ്കിൽ കളി മാറും. അഴിമതി ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. അഴിമതി വെച്ച് പൊറപ്പിക്കാതിരിക്കാൻ നിങ്ങളാരി അണ്ണാ ഹസാനെ? ചന്ദ്രി നിനക്ക് കിട്ടും. കിട്ടണമെങ്കിലേ ഞാൻ വാങ്ങിച്ചോളാം. അഹങ്കാരി നീയാടി വള്ള മനസ്സി. ഭാര്യയും ഭർത്താവും കൂടെ പൈസ മുക്കിയിട്ട് അതിപ്പോ എന്റെ തലയെ കൊണ്ടിട്ട് നാടകം കളിക്കാണല്ലേ? നമ്മളാ ഇതപ്പോഴേ? സന്ദ്രി നീ? സന്ദ്രി തന്നെ. ജലജ, രഘു, ചന്ദ്രി, എന്താണ് ഇവിടെ പ്രശ്നം? ഭാർഗവൻ ചേട്ടാ, ഇവരെല്ലാരും കൂടെ ചിട്ടി പൈസ മുക്കിയിട്ട് എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്. കളി ഒരു സ്ത്രീ എങ്ങനെ? ഇവിടെ രഘു, ചന്ദ്രി അങ്ങനെയുള്ളൊരു സ്ത്രീ അല്ല. ഇനി അഥവാ അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവൾക്ക് ദൈവം കൊടുത്തോളന്നായിരിക്കും. അതെ. എടാ ഭാർഗവ, നീ എന്തുട്ടാ ഈ അഹിംസയുടെ പാതയിൽ കയറിയത്? ഹിംസ കൊണ്ടൊന്നും നേടാൻ പറ്റില്ല എന്നുള്ള അറിവ് വന്ന അന്ന് തൊട്ട്. അവന്റെ പോഞ്ഞ ഡയലോഗ്. സന്ദ്രി, നീ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ ഇവിടെ കൊണ്ട് പൈസ കൊടുത്തോളണം. ഇല്ലെങ്കിൽ നീ വിവരം അറിയും മോളെ. എനിക്ക് കുറച്ച് വിവരം കുറവായിരുന്നു, ഒന്ന് അറിയിച്ചേരിയേ. കാണിച്ചു തരാടി. ഇനി എന്തൊക്കെ നടക്കാൻ പോണ എന്തോ. ഞാൻ പോണു, വന്ന മൂടും പോയി. സന്ദ്രേ, കട്ടപ്പണം തുപ്പല് തൊട്ട് എണ്ണ എന്തൊരു സുഖം. എല്ലാം കൂടെ ചേർത്ത് 50,000 രൂപയായി. ഒരു AC വാങ്ങണം. സാംസങ്ങിന്റെ 5 സ്റ്റാർ AC തന്നെ വാങ്ങണം. അത് കൊള്ളാം. സന്ദ്രി ചേച്ചി, ഞാനല്ല കുടുംബശ്രീയിലെ പൈസ എടുത്തത്. എന്നിരുന്നാലും
നമ്മളെ കുടുംബശ്രീയുടെ മുഖച്ഛായ തകരണ്ടാന്ന് കരുതി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ തരികയാണ്. 5000 രൂപ. പിന്നെ രഘുചേട്ടൻ്റെ അടുത്ത് പറയണം, ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ എന്ന്. പോട്ടാ. അയ്യോ, എടി ഞാൻ സന്ദരി ഒന്നും ചെയ്തില്ല. നിങ്ങളൊന്നും ചെയ്യാഞ്ഞിട്ടാണ് അവള് രാവിലെ തന്നെ പെടലി ഉളുക്കി പൈസ എന്നിട്ട് പോയാ. മാത്രമല്ല അവളുടെ ഇന്നലെ നിങ്ങൾ എന്തോ കാണിച്ചു തരാടി എന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് കയറി വന്ന. അയ്യോ, അത് വേറെ ഒന്നുമല്ല. അവളെ വാട്സപ്പിൽ ഓടിയായിട്ട് എന്റെ പ്രമദവനം വീണ്ടും പാട്ട് അയച്ചു കൊടുത്തേ. മാനസികമായി തളർത്താനുള്ള പരിപാടിയായിരുന്നു. എന്തായാലും അവള് മാനസികമായി തകർന്ന്. അച്ഛാ, അച്ഛനിട്ട് ചന്ദ്രിമാമി നല്ലൊരു പണി തന്ന്. എന്താ നാട്ടുകാരടുത്ത് ചന്ദ്രിമാമി പറഞ്ഞുകൊണ്ട് കിടക്കണം എന്താണെന്ന് അറിയാമോ? അവരാണ് പൈസ മുക്കി എന്നുള്ള വ്യാജാരോപണം അച്ഛൻ അവരെ മണ്ടയിൽ ചുമത്തിയിട്ട് അവരെ വീട്ടിൽ കയറി അവരെ പടലിക്ക് തന്നെ കുത്തിയെന്ന്. നിങ്ങൾ എന്തൊരു മനുഷ്യ കാണിച്ചു കൂട്ടിയാ? എടി ഞാനല്ല. അച്ഛാ, പെണ്ണ് കേസാണ്, സൂക്ഷിച്ചോളിയേ. പെണ്ണ് കേസാ? ഈശ്വര, ഈ നാട്ടിൽ നിന്ന് എനിക്ക് എങ്ങനെ പെണ്ണ് കിട്ടുമെന്തോ. എങ്ങനെ? അല്ല, പെണ്ണുങ്ങളെ എങ്ങനെ മുഖത്ത് വെക്കുമെന്ന്. രഘു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിന്റെ കൂടെ ഏതിനും എന്തിനും ഞാനുണ്ട്. നിന്റെ പേരും വെച്ച് ആരോ കളിക്കുന്നുണ്ട്. നീ ഒന്ന് ഭയക്കണം. നീയല്ലേ നേരത്തെ പറഞ്ഞത് പേടിക്കണ്ട, നീ ഉണ്ടെന്ന് കൂടെയെന്ന്. പറഞ്ഞല്ലേ, എന്നാൽ നീ ഒന്ന് ഭയക്കണം. ഇത് പച്ച ഉള്ളൂ തന്നത്. രഘുചേട്ടാ, എന്തിനാ ചായക്കടക്കാരൻ ഇന്ത് ചൂട്? നിങ്ങളെ മൂത്തമ്മ ഡെയിലി ഇവിടെ വന്നിട്ട് 25-30 കടിയും കഴിച്ചിട്ട് 4 കടിയുടെ പൈസ എന്നിട്ടാണ് പോണത്. നിങ്ങൾ അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. അവ അങ്ങനെ ചെയ്യൂടാ. അവൻ അങ്ങനെ ചെയ്യൂല, നിങ്ങളൊക്കെ പറഞ്ഞാൽ മതിയാ. പിന്നെ അവന്റെ തന്തായ ഞാനല്ലേ വേറെ ആരും പറയണോടാ. ഇവിടെ കിടന്ന് കൂടുതൽ ഉണ്ടാക്കല്ലേ. എന്താണ് ഇവിടെ പ്രശ്നം? ലുക്ക് മിസ്റ്റർ ഇന്ദുചൂടൻ, ചെറുക്കൻ അങ്ങനെ ചെയ്യില്ല. ഇനി അഥവാ ചെയ്താൽ തന്നെ ദൈവം കൊടുക്കുമെന്നായിരിക്കും. അല്ല, പൈസ ഞാൻ കൊടുത്തോളാം. അയ്യോ, പൈസ എടുക്കാൻ മറന്നുപോയി. നാളെ തരാമേ. ചെറുക്ക കൂടുതലും 2 വട ഞാൻ എക്സ്ട്രാ കഴിച്ചോളാം. പാട്ടി ചായ ഗ്ലാസ് എന്നിട്ട് പോയടാ പട്ടികളെ. കൊടുത്തേരടാ. ഇന്ദു ഇതായിരിപ്പുണ്ട് കേട്ടാ. പിന്നെ പട്ടി നിന്റെ തന്ന അളിയ. ഇന്ന് ആ ചായക്കടക്കാരെ ഇന്ദു ചൂട ഞാൻ പറ്റിച്ച് 15 കടി എടുത്ത് 5 പൈസ കൊടുത്തോളൂ. മണ്ട. എന്തൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. നാളെ 35 കടി എടുക്കാനാണ് ഞാൻ പോണാ. ഓ ശരിയടാ. പിന്നെ ഞാൻ വടയൊക്കെ തിന്ന് മരിക്കും. ഇപ്പൊ കുറവുണ്ടാടാ. കണ്ടിട്ട് എന്ത് തോന്നണേ? നല്ലോണം കേറിയെന്ന് തോന്നണ്. അച്ഛാ, എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മകനോട് ഈ കടുങ്കൈ ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പൊ എന്റെ സംശയം ശരി തന്നെയായിരുന്നല്ലേ? എന്ത് ശരി? ഒന്നും അറിയാത്ത പോലെ നിക്കണത് നോക്കിയാണ്. എടാ മക്കളെ, ഞാനൊന്നുമല്ല നിന്നെങ്ങനെ ചെയ്ത. സ്വന്തം മക്കൾ എങ്ങനെ ആരെങ്കിലും ഇട്ട് കുത്തോ? സേനാപതിക്ക് തള്ളേന്നും പിള്ളേന്നൊന്നും ഇല്ല. ആരെ വേണോ കുത്തു. ഞാൻ കേട്ടതാണ്. ലഞ്ച 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 5 പരിപ്പും എടുത്തരാണ്. ജലജ, നീ പറയണത് കേട്ടാ? എന്നാലും നിങ്ങൾക്ക് എങ്ങനെ തോന്നി മനുഷ്യ? ഒരു ചുള്ളിക്കമ്പെടുത്ത നിന്ന് പെടുക്കണ ഈ ചെറുക്കനെ നിങ്ങൾക്ക് കുത്തി വീഴ്ത്താൻ? ഞാനല്ലടാ, ഞാനല്ല. എന്നാലും എന്റെ പേരും പറഞ്ഞ് ഇതാരിങ്ങനെയൊക്കെ കാട്ടി കൂട്ടണ? എന്നെ കൃത്യമായിട്ട് അടുത്തറിയുന്നവരാരോ ആണ്. ആരായാലും അവനൊരു അവതാരം തന്നെയാണ്. അഴിമതിക്കെതിരെ പോരാടുന്ന ഒരൊന്നൊന്നര അവതാരം.
எங்க தப்பு நடந்தாலும் அதை தட்டி கேட்கறதுக்கு இந்த பார்கவன் சேனாപതി வந்துடும். പാലിൽ അഴിമതി കാണിച്ചൂടാ പോലും. പാലിൽ മാത്രമല്ല, പശുവിൽ ഞാൻ അഴിമതി കാണിക്കും. അവനെ ഞൊട്ടും. ഭാർഗവ മാമ, ഈ നടേശനില്ലേ നാട്ടുകാരെ പാലിൽ വെള്ളം ചേർത്ത് പറ്റിക്കായിരുന്നു. പട്ടിക്കഴിവറി. ഇനി അവ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവന് ദൈവം കൊടുത്തോളൂ. ലഞ്ചോ 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 ലഞ്ചോ. ഭാർഗവൻ ചേട്ടാ, ഇവരെല്ലാരും കൂടെ ചിട്ടി പൈസ മുക്കിട്ടെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്. എടാ ഭാർഗവ, നീ എന്തുട്ടാ ഈ അഹിംസയുടെ പാതയിൽ കയറിയത്? ഹിംസ കൊണ്ടൊന്നും നേടാൻ പറ്റില്ല എന്നുള്ള അറിവ് വന്ന അന്ന് തൊട്ട് ഞാൻ പോണു. വന്ന മൂടും പോയി. ലഞ്ചോ 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 ലഞ്ചോ. ദേ രഘു, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. നിന്റെ കൂടെ ഏതിനും എന്തിനും ഞാനുണ്ട്. എന്താണ് ഇവിടെ പ്രശ്നം? ലുക്ക് മിസ്റ്റർ എന്റെ ചൂടൻ, ചെറുക്കൻ അങ്ങനെ ചെയ്യില്ല. ഇനി അഥവാ ചെയ്താൽ തന്നെ ദൈവം കൊടുക്കുമെന്നായിരിക്കും. അല്ല, പൈസ ഞാൻ കൊടുത്തോളാം. I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient, hoping one day. ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ. പുതിയ തീർന്നു കഴിഞ്ഞിടേ. That shit, then I'll get it right now. I'm losing it, the noose it fits. I'm losing shit, a stupid myth. You choose to live or choose to dip. You choose to fight or lose your grip and lose a gift. Oh, I feel like I'm losing my mind. Is everybody in the